بسم الله الرحمن الرحيم. ഭൗതികം എത്രയാണോ പഠിച്ചത് അത്ര ദീനും പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ പിടിച്ചിരിക്കാൻ പറ്റൂല. ദീനിന്റെ പല വിഷയങ്ങളും അങ്ങനെയാണ്. ഭൗതികം മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് എന്തായിരുന്നു ഈ വഹയിന്റെ ഇൽമ് എന്ന് പഠിയുക, മനസ്സിലാവുക. അതുകൊണ്ട് പഠിക്കണതിനനുസരിച്ച് പഠിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോ ഇവിടെയൊക്കെ കഴിഞ്ഞപ്പോ SLCന്റെ റിസൾട്ട് വന്നു, +2ന്റെ റിസൾട്ടൊക്കെ വന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്താ വെച്ചാല്, SLCയിൽ ഫുള്ള് A+ ഉള്ള ആളെ ഓതാൻ പറഞ്ഞേക്കണം എന്ന് പറയണില്ല. പറയാൻ പൂതിയുണ്ട്, പക്ഷെ പറയണില്ല. പറയാൻ എനിക്ക് പൂതിയൊക്കെ ഉണ്ട്, പക്ഷെ പറയണില്ല. നല്ല ബുദ്ധിയുള്ളവനാ ശരിക്കും ഓതാൻ പോണ്ടായി, പക്ഷെ ഞാൻ പറയണില്ല. നല്ല SLCയിൽ ഫുള്ള് A+ ഉള്ളവന് +1 പോയിക്കോട്ടെ. ഫുള്ള് A+ ആണെങ്കിൽ സയൻസ് തന്നെ എടുത്തോട്ടെ, അല്ലെങ്കിൽ കൊമേഴ്സ് എടുത്തോട്ടെ, അല്ല നാട്ടിന്റെ അടുത്ത് ഹ്യൂമാനിറ്റീസ് ആണ് ഉള്ളത് വെച്ചാൽ എടുത്തോട്ടെ, കുറച്ചേരം പോയിക്കോട്ടെ. അതിന് പറ്റൂല എന്ന് തോന്നിയാല് നിങ്ങളൊന്ന് സൂപ്പർ മാർക്കറ്റിൽ ആദ്യം നിർത്തിക്കളി. തോറ്റിക്കാണ് SLCക്ക്, D ആണ്. ഓനൊന്ന് സൂപ്പർ മാർക്കറ്റിൽ നിർത്തിക്കളി. സൂപ്പർ മാർക്കറ്റിൽ നിർത്തിയാല് സിമെന്റ് അല്ല പഞ്ചാര ചാക്ക് ഏറ്റേണ്ടി വരും. കാരണം ഈ ജൂനിയേഴ്സിന് ഭയങ്കര ഇടങ്ങേറുള്ള പണിയാണ് ആരായാലും കൊടുക്കുക. അവനെ പറ്റുമോ നോക്കണമല്ലോ. ആദ്യം തന്നെ ക്യാഷ് കൗണ്ടറിലൊന്നും ഇരിക്കാൻ ആരും പറയില്ല, ഒരു മുതലാളി സമ്മതിക്കൂല. പഞ്ചാര ചാക്കാണ്ട് ഏറ്റേണ്ടി വരും, പെരടിയാണ്ട് വേദന ആവും. 8 ദിവസമാണ് പോയിട്ട് വാപ്പാട് വന്നിട്ട് പറഞ്ഞു, ഇപ്പ ഇന്നെക്കൊണ്ട് ഇത് നടക്കൂല എന്ന് പറഞ്ഞാൽ പിന്നെ ആ വഴിക്ക് വിടണ്ട, അടുത്ത് നോക്കുക. എന്താ അടുത്ത പരിപാടി? കോഴിപ്പീടിയിൽ നിർത്തുക. അത്ര തന്നെ പണി ഉണ്ടാവില്ല, അല്ലെങ്കിൽ മീൻ കച്ചവടക്കാരൻ്റെ ഒപ്പം നിർത്തുക. രാവിലെ നല്ല തുണിങ്കുപ്പ എടുത്ത് പോകും. ഏട്ടത്തലാണ് വെട്ടിയപ്പോ മേത്തേക്ക് ചോരണ്ട് തെറിച്ചു, ചിറിക്കുണ്ടായി. വാപ്പാലോട് വന്നിട്ട് പറഞ്ഞു, വാപ്പ ഇന്നെക്കൊണ്ട് ഇനി പരിപാടി നടക്കൂല എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വിടണ്ട, അടുത്തതിന് വിടുക. എന്താ അടുത്തത്? വർക്ക്ഷോപ്പിക്ക് പറഞ്ഞേക്ക. രാവിലെ നല്ല തുണിങ്കുപ്പ എടുത്ത് പോകും, വൈകുന്നേരം വരുമ്പോ കരിയായിട്ടുണ്ടാവും. പിറ്റേന്ന് രാവിലെ വേറെ എടുത്ത് പോകും, വൈകുന്നേരം വരുമ്പോ ഗ്രീസ് ആയിട്ടുണ്ടാവും. ഉള്ള തുണിങ്കുപ്പായക്കാണ്ട് കേടിന് പോകാൻ പറയും. ഇപ്പൊ ഇന്നെക്കൊണ്ട് നടക്കൂല എന്ന് പറഞ്ഞാൽ ഞാൻ അതും ആലോചിക്കണ്ട, അടുത്ത പരിപാടി നോക്കുക. എന്താ അടുത്ത പരിപാടി? ഓതാൻ പറഞ്ഞേക്ക പള്ളികൾക്ക്. അപ്പൊ ഒരു തീരുമാനം കൂടി പറയണം. എന്ത്? ഒന്ന് മയ്യത്ത് നിൽക്കരിച്ചാനും കിടക്കട്ടെ എന്നും കൂടി പറഞ്ഞാൽ മിയായി. കാരണം ഈ ഏട്ടത്തല വെട്ടാൻ കഴിയാത്ത ഓനാണുള്ള ഞാനക്ക് മയ്യത്ത് കരിച്ചിട്ടുണ്ടായി. അതുകൊണ്ട് അവൻ കൂടിയാണ് പറഞ്ഞാൽ ഇന്ന് അതിന് സംഗതി തീരുമാനമായി. ഞാൻ അങ്ങനെയൊക്കെ ആയാലും ഒരു 3 കൊല്ലാണ്ട് ഓതാൻ പോയിട്ട് റമദാൻ മാസത്തെ ലീവിന് ഇങ്ങോട്ട് വന്നുങ്ങാണ്ട് തറാവി നിസ്കാരം കഴിഞ്ഞിട്ട് നീച്ചുന്നങ്ങോട്ട് വർത്താനം പറഞ്ഞാണ്ടല്ലോ, മൂക്കത്ത് വിരല് വെച്ചിട്ടാണ് നോക്കിയാണ്ടിരിക്കേണ്ടി വരും. അതാണ് മാറ്റം. അതാണ് ഒരു മനുഷ്യന്റെ മാറ്റം എന്ന് പറയുന്നത്. അത് ഉണ്ടാവണമെങ്കിൽ ദീനിന്റെ വഴിയിലേക്ക് തിരിച്ചാണ്ട് വെക്കണം. ഇനി ഇതിലേറെ ഫിറ്റായൊരു ഉദാഹരണം വേറെ ഉണ്ടാവും തോന്നുന്നില്ല എനിക്ക് തന്നെ. പക്ഷെ ഒരു കാര്യം ഞങ്ങളോട് പറയാം, നല്ല ബുദ്ധിയുള്ളവൻ ദീൻ പഠിക്കട്ടെ.